ഹായ് ഓൾ. റീസെൻ്റ്ലി ഞാൻ വെഡിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചധികം പേര് എൻ്റെ അടുത്ത് ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ഞാൻ പ്രീ വെഡിങ് ദുബായിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടും കുറച്ച് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഔട്ട്ഫിറ്റ് ഞാൻ ഷീനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 100 dirhams ആണ് ആ ടൈമിൽ വന്നിട്ടുള്ളത്. ലൈറ്റ് പൗഡർ ബ്ലൂ കളറിൽ ഒരു ഗൗൺ, സ്ലീവ്ലെസ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഗൗൺ. അപ്പോൾ ആ ഔട്ട്ഫിറ്റിനെ ഞാൻ ഡീറ്റെയിൽ ചെയ്തേക്കുന്നത് എനിക്ക് ഹാൻഡ് കുറച്ച് വണ്ണുള്ളതുകൊണ്ട് തന്നെ ഹാങ് ആയിട്ട് കിടക്കുമ്പോൾ എന്താ പോലെ കളർ സ്റ്റോൺ വന്നിട്ടുള്ള സാധനം അത് ഞാൻ കാണിക്കാം. അപ്പോൾ പിന്നെ അതും അല്ലാതെ ഒരു കമ്മൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഫ്ലവർ. അതായത് ഓവർ ജ്വല്ലറി ആകുമ്പോൾ അത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല. ഞാൻ ഹെയർ ലൂസ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വലുത് ഇയറിങ്സ് വേറെ ചെയ്താൽ തന്നെ അതിൽ അത്രയും ഭംഗി വരില്ല. അതുകൊണ്ട് മിനിമലായിട്ടാണ് ഞാൻ ചെയ്തത്. നെക്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പീസ് ചെയിൻ അതിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഷീനിൽ നിന്നാണ് ചെയ്തത്. എനിക്ക് ദുബായിൽ കുറച്ചും കൂടെ ഓർണമെൻറ്റ്സ് ചീപ്പായിട്ട് എനിക്ക് ഷീനിൽ നിന്ന് കിട്ടി. ഒരു സ്ലിറ്റ് ടൈപ്പാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ലുക്കെല്ലാം കൂടെ ഒരു അടിപൊളിയാക്കാൻ പറ്റി ആ ഒരു ഡ്രസ്സിന്. ഫ്ലവർ ഗേൾസ് വരുന്നത് ലൈറ്റ് യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയാം, ആ കളറിലുള്ള ഒരു ഡ്രസ്സും. അബിയുടെ ഗ്രൂമേറ്റ്സ് വരുന്നത് ലൈറ്റ് യെല്ലോ കളറിൽ ഉള്ള ഒരു ഷർട്ടും. അബിയുടെ അതിന് ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു, ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ലൈൻസ് വന്നിട്ടുള്ള സൂട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വെച്ചിരിക്കുന്ന അമ്പല്ല ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തതാണ്. തെമൂന്ന് ഓർഡർ ചെയ്ത അമ്പള്ളയായിരുന്നു. നല്ലായിരുന്നു. അമ്പല തന്നെ ഞാൻ എൻ്റെ വെഡിങ്ങിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെയും പാർട്ടി വയർ ആയിട്ട് ആ ഡ്രസ്സ് യൂസ് ചെയ്യാം. സ്ലിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്ലിറ്റ് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ സ്ലിറ്റ് ഒത്തിരി കയറി പോയ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് പെയർ ചെയ്ത് ഇടാൻ പറ്റും. ഞാൻ ഹാൻഡ് കഫൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലിയാണ് ഞാനത് യൂസ് ചെയ്തത്. അതായത് ഈ വെഡിങ്ങിൻ്റെ പ്രീ വെഡിങ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്താണ് അത് യൂസ് ചെയ്തിട്ടുണ്ടായത്. അതൊക്കെ കുറച്ചും കൂടെ എലമെൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലുക്ക് കുറച്ചും കൂടെ എന്താ പറയുക അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. നെക്സ്റ്റ് ലുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.